ഗൈസ്, നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഈ ഒരു സമയം വരെ എത്തി നിൽക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ അത് ഏത് തരത്തിലാണ് വന്ന് ഭവിച്ചത് എന്നുള്ളൊരു വിഷയം സംസാരിക്കേണ്ടിയിരിക്കുന്നു. അതിൽ ഏറ്റവും ഒടുവിൽ നമ്മൾ സംസാരിച്ചിട്ടുള്ളൊരു വിഷയമാണ് ഇപ്പോൾ പുതിയ സിഇഒയും സിഇഒയുടെ പരിചയത്തിലുള്ള ആളുകളുടെ ഒരു റിക്രൂട്ട്മെൻറ്റ് സ്റ്റാഫ്സ് എന്ന നിലയിലേക്ക് വരുന്നത്, അതിൻ്റെ ഒരു പ്രശ്നങ്ങളെ പറ്റി. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ പലരും കമൻറ്റ് ഇട്ടിരുന്നു, ഇവർ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സോ ഇതിൻ്റെയൊക്കെ പല കാര്യങ്ങളുണ്ട്. ഞാൻ പല കാര്യങ്ങളും പൂർണ്ണമായിട്ടും പറയാതെ തന്നെയാണ് ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. സോ എനിക്ക് തോന്നുന്നു അത് വഴിയെ എല്ലാവരും അറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും എന്നുള്ളതാണ്. ഇപ്പം ഞാനത് പറയേണ്ട ഒരു ആവശ്യകത തന്നെ വരുന്നില്ല എന്നുള്ളതാണ്. എന്താണെങ്കിലും ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഈ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസൺ തുടങ്ങുന്നൊരു സാഹചര്യം മുതൽ ഇപ്പം വരെ എത്തി നിൽക്കുമ്പോൾ നമ്മളൊരു എക്സ്പെക്റ്റേഷൻസ് പറഞ്ഞ കാര്യങ്ങൾ അതെങ്ങനെ വന്ന് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. സോ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ചാനലൊന്ന് റീവിസിറ്റ് ചെയ്തൊന്ന് ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇത് ഞാനൊരു പ്രവചന സിംഹമാണ് എന്ന് അവകാശപ്പെട്ടെന്നും പറയുന്ന കാര്യങ്ങളല്ല. നമ്മൾ ഒരു 10-15 വർഷമായല്ലോ ഈ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ക്ലബിനെ ഫോളോ ചെയ്തിട്ട്, അതുപോലെ തന്നെ ഫുട്ബോളിനെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇത്രത്തോളം വർഷമായി. അപ്പം നമുക്കറിയാം ഒരു ക്ലബ്ബ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഇപ്പം സിമ്പിൾ ലോജിക്കുണ്ട്. അത് ആസ് എ ഫാൻ എന്ന നിലയിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പം ആ ഒരു ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പല കാര്യങ്ങളും നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. ആദ്യത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സീസൺ തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ പല വീഡിയോസിലായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഈ ഒരു ടീം എന്ന് പറഞ്ഞാൽ ഇത്തവണ ഒരു മികച്ച രൂപത്തിലുള്ള മുന്നേറ്റം നടത്താൻ പോകുന്ന ഒരു സ്ക്വാഡ് ആയിരിക്കില്ല, അതിന് പറ്റിയിട്ടുള്ളൊരു സ്ക്വാഡ് നമുക്കില്ല എന്നുള്ളതൊക്കെ. ഒരുപാട് തരത്തിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും നമുക്ക് ഒരു സീസൺ തുടങ്ങുന്ന സമയത്താണെങ്കിൽ പോലും, ട്രാൻസ്ഫർ വിൻഡോ അടയ്ക്കുന്ന സമയത്താണെങ്കിൽ പോലും ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. എന്താണ് അതിൻ്റെ ഒരു അനന്തരഫലമായിട്ട് സംഭവിച്ചതെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ റൈറ്റ് ബാക്കിലെ പ്രോബ്ലംസും ഡിഫൻസീവ് മിഡ്ഫീൽഡിലെ പ്രോബ്ലംസും ഇതൊക്കെ നമ്മൾ ഈ സീസണിലുടനീളം കണ്ടിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. അടുത്തൊരു കാര്യമാണ്, മിഗായൽ സ്റ്റാറെ എന്ന് പറയുന്ന ഒരു കോച്ച് വന്ന സമയത്ത്, ഞാൻ ഒരു നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല, പക്ഷേ 12 വർഷമായിട്ട് ട്രോഫി നേടാത്തൊരു പരിശീലകനാണ്. അദ്ദേഹത്തിൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു കരിയർ പരിശോധിക്കുമ്പോഴൊക്കെ അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് എന്നുള്ള കാര്യം നമ്മൾ കോച്ചിൻ വന്ന സമയത്ത് സംസാരിച്ചൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ ഇവിടെ എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളതൊക്കെ വേറൊരു കാര്യം. പക്ഷേ അന്ന് പറഞ്ഞ സമയത്ത് ഒരുപാട് പേര് പറഞ്ഞിരുന്നു അദ്ദേഹം വരട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാൻ കാര്യങ്ങളെന്നൊക്കെ ഉള്ളത്. നമ്മൾ സാധാരണഗതിയിൽ ഒരു പോസിറ്റീവ്സ് നെഗറ്റീവ്സ് എന്ന് പറയുന്ന ആസ്പെക്റ്റിൽ തന്നെയാണ് ആ കാര്യം സംസാരിച്ചിട്ടുള്ളത്. പക്ഷേ പിന്നീട് എന്താണ് മിഗായൽ സ്റ്റാറയുടെ കാര്യത്തിൽ സംഭവിച്ചത്? ഒരു മിഡ് സീസൺ ആകുന്ന സമയത്ത് ക്ലബ്ബ് വിട്ടു പോകേണ്ട ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ സാക്ക് ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് മിഗായൽ സ്റ്റാറെ പോയി എന്നുള്ളതാണ്. അടുത്തത് ടി ജി പുരുഷോത്തമനും തോമസ് കോച്ചും വന്നിട്ടുള്ള സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഇവരെ കൊണ്ട് നമുക്ക് ഈ സീസൺ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സീസണിലെ പ്രതീക്ഷകളൊക്കെ അവസാനിപ്പിക്കുന്ന പോലെയാണ് എന്നുള്ളത്. പ്രത്യേകിച്ച് ഇനി സൂപ്പർ കപ്പ് ഉണ്ടെങ്കിൽ ഒക്കെ ഒരു പുതിയ കോച്ച് തന്നെ വരണമെന്നുള്ളത്. പക്ഷേ 1-2 മാച്ച് ജയിച്ചപ്പോഴത്തേക്കും എല്ലാ ആരാധകർ ഭയങ്കര ഹാപ്പിയായി. അന്ന് നമ്മളൊരു വീഡിയോ, ന്യൂ മാനേജർ ബൗൺസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞിട്ട്. സോ എങ്കിലും ഈ കോച്ചസിന് അടുത്ത വർഷം വരെ അവസരം കൊടുക്കണമെന്ന തരത്തിൽ തന്നെ ഒരുപാട് ആരാധകർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. നമ്മൾ അന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അന്ന് നമ്മൾ മത്സരിച്ചിട്ടുള്ള ടീമുകൾ ഏതാണ്, പിന്നീട് നമ്മൾ ഏത് ടീമുകൾക്കെതിരെയാണ് കളിച്ചത്, അപ്പം എക്സ്പോസ് ചെയ്യപ്പെടുന്നൊരു സാഹചര്യത്തിലേക്ക് പോകുന്നൊരു സംഭവമൊക്കെ ഉണ്ടായി എന്നുള്ളതാണ്. ഇനിയിപ്പോൾ സൂപ്പർ കപ്പിലും ഇവരെ തന്നെയാണ് നമ്മൾ റിലേ ചെയ്യേണ്ടി വരുന്നത്. അത് എന്ത് സംഭവിക്കും എന്നൊക്കെ ഉള്ളത് പ്രഡിക്റ്റബിൾ ആണ്. അതുപോലെ തന്നെ ജനുവരി ട്രാൻസ്ഫർ ജാലകം നമ്മൾ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. ആകെ നമ്മൾ ചെയ്തിട്ടുള്ളത്, ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു വിദേശ താരത്തെ കൊണ്ടുവന്നു മറ്റൊരു താരത്തെ സെല്ല് ചെയ്തിട്ട്, അതാണ് സംഭവിച്ചിട്ടുള്ളൊരു കാര്യം. പക്ഷേ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ നമുക്ക് എഫക്റ്റീവ് അല്ല എന്നുള്ള കാര്യം അന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുള്ള കാരണം ഈ പറഞ്ഞൊരു പ്രവചനമൊന്നുമല്ല, നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇവരെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന പ്ലേസിനെയാണോ കൊണ്ടുവന്നത്, അതുപോലെ തന്നെ നമുക്ക് ട്രാൻസ്ഫർ ജാലകം അടയ്ക്കുന്ന സമയത്ത് എത്ര മാച്ചസ് ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരുന്നു. സോ നമുക്ക് അറിയാം എത്രത്തോളം ഈ പറഞ്ഞ ജനുവരി കൊണ്ടുവന്നിട്ടുള്ള പ്ലേയേഴ്സിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ ഒരു 18-19 മാച്ചസ് കഴിഞ്ഞ സമയത്ത് തന്നെ എനിക്ക് ഉറപ്പായിരുന്നു നമ്മൾ പ്ലേ ഓഫിൽ കടക്കില്ല എന്നുള്ളത്. ഈ കാൽക്കുലേറ്റർ വൈസ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട്. പക്ഷേ അന്നേരം ഒരുപാട് പേരൊക്കെ കമൻസിലും തന്നെ വന്ന് ചോദിച്ചിരുന്നു, പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൂടെ, നമുക്ക് ചാൻസസ് ഉണ്ട് എന്നുള്ളത്. അത് നമ്മൾ കാൽക്കുലേറ്റർ വെച്ചിട്ടല്ല പറയുന്നത്. നമുക്കറിയാമല്ലോ നമ്മുടെ ടീം ഇവർക്കൊക്കെ എതിരെ എങ്ങനെ പെർഫോം ചെയ്യും, മോഹൻ ബഗാനെതിരെ എങ്ങനെ പെർഫോം ചെയ്യും, ഗോവയ്ക്കെതിരെ എങ്ങനെ പെർഫോം ചെയ്യും, ജംഷഡ്പൂരിനെതിരെ എങ്ങനെ പെർഫോം ചെയ്യും, ഏത് ടീമിനെതിരെ എങ്ങനെ പെർഫോം ചെയ്യും എന്നൊക്കെയാണ്. അപ്പം അത് പ്രെഡിക്റ്റബിൾ ആയിരുന്നു. അതുപോലൊക്കെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പം ഓൾറെഡി നമ്മുടെ പ്ലേ ഓഫ് സാധ്യത എപ്പോഴാണ് നഷ്ടപ്പെട്ടതെന്നറിയോ? മിഗായൽ സ്റ്റാറെ പുറത്താക്കിയിട്ട് നമ്മൾ പുതിയൊരു കോച്ചിനെ എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചെടുത്തില്ലേ,
ആ ഒരു മൊമെൻറ്റിൽ തന്നെ നമ്മുടെ പ്ലേ ഓഫ് സാധ്യത നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനെ കൊണ്ടുവന്നിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ, അത് ഞാനിപ്പോൾ പറയുന്നില്ല. ഞാനിപ്പം അതിനെപ്പറ്റി ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾ വഴി അറിയും എന്താണ് അതിൻ്റെ പ്രശ്നങ്ങൾ എന്നൊക്കെ ഉള്ളത്. ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല, അതൊക്കെ പുറത്ത് വരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഈ മാനേജ്മെൻറ്റ് ഫാൻസിനെ നന്നായിട്ട് ഒപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം ലാസ്റ്റ് മാച്ചിൽ പൊക്കിയിട്ടുള്ള ബാനറിന് പോലും ഫാൻ ഗ്രൂപ്പിന് അവർക്ക് പിന്നെ എന്തിനാണ് ഇത് ചെയ്തതെന്നൊക്കെ ചോദിച്ച ചോദ്യങ്ങളൊക്കെ പോയി എന്നുള്ളതാണ് എനിക്കറിയാൻ പറ്റിയത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ISLൻ്റെ ഇതിനെതിരാണെന്നൊക്കെയുള്ളതാണ് പറയുന്നത്. ഒരു എതിരുമില്ല. അതിനേക്കാൾ വലിയ സാധനങ്ങൾ പല ഫാൻ ഗ്രൂപ്പുകളും ചെയ്യുന്നുണ്ട്. എതിരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വേറെ എതിർക്കപ്പെടുന്ന ചില സംഭവങ്ങളുണ്ട്. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പം മാനേജ്മെൻറ്റ് കുറച്ചും കൂടി ഇതായിട്ട് ചെയ്യണം, ലാസ്റ്റ് ദിവസം വെച്ചിട്ടുള്ള ബാനറൊന്നും ഒരിക്കലും എതിരല്ല. അത് ക്ലബിന് ഒരു നാണക്കേടാണ്, അല്ലെങ്കിൽ മാനേജ്മെൻറ്റിന് ഒരു നാണക്കേടാണ്. അതിനപ്പുറത്തേക്ക് നമുക്കറിയാം ഇത് ഇവർ പറയുന്നത് ഒന്നും വിശ്വസിക്കരുത്. കാരണം ISLൻ്റെ ഇതിനകത്ത് എന്തൊക്കെയാണ് പ്രശ്നമല്ലാത്തതെന്നൊക്കെ ഉള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ധാരണ ഉണ്ടെന്ന് തന്നെ കൂട്ടിക്കും. അതിനോടൊപ്പമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മീഡിയയെ വരെ ഒപ്രസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. മീഡിയയുടെ ചില ക്വസ്റ്റ്യൻസ് എടുക്കാതെ നിൽക്കുന്ന സാഹചര്യം അത് ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. അതിനെ പറ്റിയിട്ട് അത് ഉടനെ തന്നെ കുറച്ച് ഡിസ്കസിങ് പോയിന്റ് ആകും. അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് പോലും എന്താ പറയുക, ഇവർക്ക് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹേ മാനേജ്മെൻറ്റ് വിളി ഹേ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കുറച്ച് ഫാൻസിനെ ആയിരിക്കും, ലൈക്ക് PR ടീംസിനെ പോലത്തെ കുറച്ച് ഫാൻസ്. അതുപോലെ തന്നെ മീഡിയാസ് ആണെങ്കിലും ഇങ്ങനെ പൊക്കി എഴുതി ഹേ ബ്ലാസ്റ്റേഴ്സ് അടിപൊളി, ഒബ്സഷൻ ചാറ്റർജി അടിപൊളി, നിഖിൽ അടിപൊളി, കരോളിസിൻ്റെ ചാണക്യന്ത്രി എന്നൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അടിപൊളി എന്ന് പറഞ്ഞിട്ട് ഇമോഷണൽ BGM ഒക്കെ ഇട്ടിട്ട് ഈ പറയുന്നില്ല, അങ്ങനെയൊക്കെ ആയിരിക്കും. അതല്ല ഒരു ക്രിറ്റിസിസം, അതിൻ്റെ ഒരു ടോളറൻസ് പോലും ഇല്ല. എന്നിട്ട് എന്തെങ്കിലും വൃത്തിക്ക് പണിയെടുക്കും അതുമില്ല. ആകെ സത്യം പറയല്ലോ എന്തൊക്കെയായി തീരുമെന്നൊക്കെ ഉള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ ക്ലബിൻ്റെ അവസ്ഥ ഇപ്പോൾ ഉള്ളത് തന്നെ മോശം അവസ്ഥയാണ്. അതിനേക്കാൾ മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോകുന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ട് എനിക്ക് തോന്നുന്നത്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്നുള്ളത് തീർച്ചയായിട്ടും കമ്പോസ്റ്റ് സൈനിങ് ഓഫ്.